പ്രസംഗ പരിശീലനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രസംഗം ഒരു കലയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഒരു കല പരിശീലിച്ചാൽ നമുക്കത് മികച്ചതാക്കി മാറ്റാൻ കഴിയും. പാട്ട് ഒരു കലയാണ്, നൃത്തം ഒരു കലയാണ്, ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് ചിത്രരചന അതൊരു കലയാണ്, ശില്പകല ഒരു കലയാണ്. ഇതോ ജന്മനാൽ ഇതിലൊക്കെ ഒരു താല്പര്യവും വാസനയും ഉണ്ടെങ്കിലും പരിശീലനത്തിലൂടെ മാത്രമേ അത് നമുക്ക് മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ പ്രസംഗവും ഇതേ വിധം മെച്ചപ്പെട്ടതാക്കാൻ പരിശീലനം നല്ലതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിന് ഞാൻ തയ്യാറായത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കലകൾ, ചിത്രരചന, സംഗീതം, നൃത്തം, ഇതൊന്നും നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും ചെയ്തിട്ടുണ്ടാകണം എന്നില്ല. കാരണം അത് സവിശേഷമായ പ്രതിഭയുള്ള, സിദ്ധികളുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയും. ഉദാഹരണമായി നമ്മുടെ ചിത്രരചന എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. അതിനൊരു പ്രതിഭയുടെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ശില്പം ഉണ്ടാക്കാൻ പറ്റില്ല. പ്രതിഭയുള്ളവർക്കേ അത് കഴിയൂ. അതിനെ പരിശീലിപ്പിച്ച് വികസിപ്പിക്കാനേ സാധിക്കൂ. എന്നാൽ ഇത്തരം കലകളുമായിട്ട് താരതമ്യം ചെയ്താൽ താരതമ്യേന അത്ര വലിയ പ്രതിഭ ആവശ്യമുള്ള ഒരു പ്രവൃത്തിയല്ല, ഒരു കലയല്ല പ്രസംഗം. വലിയ പ്രതിഭയുള്ളവർക്ക് മാത്രമേ നല്ല പ്രഭാഷകരാവാൻ പറ്റൂ എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ പ്രസംഗമെങ്കിലും നടത്താത്തവർ അപൂർവമായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ ചിത്രം വരയ്ക്കുന്നവരും ശില്പകലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അല്ലെങ്കിൽ സംഗീതം ആലപിക്കുന്നവരും നൃത്തം ചെയ്യുന്നവരുമൊക്കെ പൊതുവെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. എന്നാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രസംഗം, ഒരു സ്വാഗത പ്രസംഗം, ഒരു നന്ദി പ്രകടനം, അതല്ലെങ്കിൽ ഒരു അധ്യക്ഷ പ്രസംഗം, അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ചെറിയ ഒരാശംസാ പ്രസംഗം, ഒരു 2 മിനിറ്റെങ്കിലും സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിന്ന് 2 വാക്ക് പറയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരാൾക്കും അല്പം ശ്രദ്ധയും പരിശീലനവും ലഭിച്ചാൽ മെച്ചപ്പെടുത്തിയെടുക്കാവുന്ന ഒരു കലയാണ് പ്രസംഗകല, പ്രഭാഷണകല എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണൊരു പ്രഭാഷകൻ അയാളുടെ പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അയാളതിന് ഒരുങ്ങേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ അല്പം ചില ഉദാഹരണങ്ങളിലൂടെയും മറ്റും പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രഭാഷണ കലയിൽ വ്യാപരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നതാണ്. അത് ഇന്ന് നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ധാരാളം പ്രഭാഷണങ്ങളുണ്ട്.
ആ പ്രഭാഷണങ്ങൾ പലപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതായി അതിൻ്റെ ലിങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. യൂട്യൂബ് ലിങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതായി നമുക്ക് കാണാം. പക്ഷേ അത്രയും ആളുകൾ അത് മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാകുമോ? സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ ഒരു സമ്പ്രദായം അനുസരിച്ച് മിക്കവാറും ആളുകൾ അതിൻ്റെ തുടക്കത്തിലെ കുറച്ച് ഭാഗം കേട്ടിട്ട് അതിൻ്റെ താഴെ ഒരു ലൈക്ക് ഇംപ്രഷൻ നൽകി കടന്നു പോകാറാണ് പതിവ്. എന്നാൽ പ്രഭാഷണ കലയിൽ താല്പര്യമുള്ള ഒരാൾ ഒരു പ്രഭാഷണം തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കണം. എന്തിനു വേണ്ടിയാണ് കേൾക്കണം എന്ന് പറയുന്നത്? ആ പ്രഭാഷണത്തിൽ പ്രഭാഷകൻ എന്തു പറഞ്ഞു എന്നറിയാനല്ല, മറിച്ച് ആ പ്രഭാഷണത്തിൻ്റെ ശൈലി, ആ പ്രഭാഷകൻ്റെ ശൈലി, അദ്ദേഹം എങ്ങനെയാണ് ഒരാശയം അവതരിപ്പിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം ആ ആശയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നത്, എന്തെല്ലാം തരത്തിലാണ് അദ്ദേഹം അത് ഒരുങ്ങുന്നത്, ആ ആശയങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് ക്രോഡീകരിക്കുന്നത്, അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, ആ പ്രഭാഷണത്തിൻ്റെ വളർച്ച എങ്ങനെയാണ്, അതെങ്ങനെയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്, തുടങ്ങിയ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ്, തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ ടോണിലാണോ അദ്ദേഹം സംസാരിക്കുന്നത്, അതോ ആ ടോൺ അദ്ദേഹം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അതിൻ്റെ ഉച്ചസ്ഥായി അതുപോലെ അല്ലെങ്കിൽ നിമ്നസ്ഥായി, അത് ശബ്ദം ഉയർത്തിയിട്ടും ശബ്ദം താഴ്ത്തിയിട്ടും ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഓരോ പ്രഭാഷകരും ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ സവിശേഷമായ ശൈലിയിലൂടെയാണ്. സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് പറയാറുണ്ട്. ശൈലിയാണ് ഒരു മനുഷ്യൻ എന്നത് വളരെ പ്രസിദ്ധമായ ഒരു 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 ചൊല്ലാണ്. ശൈലിയാണ് ഒരാളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നാം ഒരു പ്രഭാഷകനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. എന്നാൽ എല്ലാ ശൈലികളും നാം മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണമായി ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം ആസ്വദിച്ചിരുന്നത് 2 പേരുടെ പ്രഭാഷണങ്ങളാണ്. അതിലൊന്ന് എം.എൻ. വിജയൻ മാഷുടെ പ്രഭാഷണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലി വളരെ 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 വ്യത്യസ്തമായൊരു ശൈലിയാണ്. സാഹിത്യവും തത്വചിന്തയും രാഷ്ട്രീയവും ചരിത്രവും ഈ ഇടകലർത്തി ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ പലപ്പോഴും വേർതിരിച്ച് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം ലയിപ്പിച്ചെടുത്തുകൊണ്ടുള്ള ഒരു പ്രഭാഷണ ശൈലിയാണ് വിജയൻ മാഷക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു സുകുമാർ അഴീക്കോട് മാഷിൻ്റെ പ്രഭാഷണം. അഴീക്കോട് മാഷുടെ പ്രഭാഷണത്തെക്കുറിച്ച് സാഗരഗർജനം എന്നൊക്കെയാണ് പറയാറുള്ളത്. പലപ്പോഴും വളരെ കുറുക്കിക്കൊള്ളുന്ന ഫലിതവും അതോടൊപ്പം രൂക്ഷമായ വിമർശനവും കടന്നാക്രമണവും ഒക്കെ അഴീക്കോട് മാഷുടെ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അങ്ങനെ അത്ര വ്യക്തമായി താൻ ആരെയാണോ വിമർശിക്കുന്നത് ആ വിമർശകരെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം പരോക്ഷ സൂചനകളിലൂടെ ആ വിമർശനം ഉന്നയിക്കുന്ന വിജയൻ മാഷും വളരെ ശക്തമായ വിയോജിപ്പും വിമർശനങ്ങളും ഉന്നയിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലി കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതുപോലെ എനിക്ക് കേട്ടുപരിചയമില്ല, പക്ഷേ ഞാൻ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട ഒരു കാര്യം ജോസഫ് മുണ്ടശ്ശേരി മാഷുടെ പ്രഭാഷണത്തെ പറ്റിയാണ്. മുണ്ടശ്ശേരി മാഷ് ഇതുപോലെ സാഹിത്യമാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ പോലും സാധാരണക്കാരായ ആളുകൾ പോലും അത് കേൾക്കാൻ വന്നിരുന്നു. ചണ്ഡാലഭിക്ഷുകിയെക്കുറിച്ച് അദ്ദേഹം ഒരു മൈതാനത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ സാധാരണക്കാരായ
തൊഴിലാളികളും കച്ചവടക്കാരും എല്ലാം അത് കേൾക്കാൻ വരുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മികച്ച ധാരാളം പ്രഭാഷകരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. നാം കരുതുന്ന പോലെ ഒരു പ്രഭാഷകൻ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഭാഷയ്ക്കകത്ത് വലിയ അഭ്യാസങ്ങൾ നടത്തുകയോ സർക്കസ് കളിക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല. സാധാരണക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ആളുകളത് ശ്രദ്ധിക്കും. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ വിക്ക് ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രസിദ്ധമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ധാരാളം ആളുകൾ അന്ന് ഒത്തുകൂടുമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെ വളരെ വ്യക്തവും സുതാര്യവും ആയിരിക്കും. ഒട്ടും തന്നെ ആളുകൾക്ക് മനസ്സിലാവാത്ത ഭാഷ EMS അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഉപയോഗിക്കാറില്ല എന്ന് അത് കേട്ടവർക്ക് അറിയാം. മാത്രമല്ല, ഓരോ പ്രഭാഷണത്തിലും ഒരു തർക്കം തൻ്റെ എതിരാളികൾക്ക് കൂടി മറുപടി പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ വളരെ യുക്തിപൂർവം അദ്ദേഹം ചില താർക്കിക പ്രശ്നങ്ങൾ ഉന്നയിക്കും. അത് പിന്നീട് കേരളത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ ഏറ്റെടുക്കുകയും EMSുമായി വളരെ ഉയർന്ന തരത്തിലുള്ള സംവാദങ്ങൾ സൃഷ്ടിക്കുകയും അത് കേരളത്തിൽ വളരെ കാലം ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭം അന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലി ഞാൻ നേരത്തെ പറഞ്ഞ വിജയൻ മാഷുടെ പ്രഭാഷണ ശൈലി പോലെയോ സുകുമാർ അഴീക്കോട് മാഷുടെ ശൈലി പോലെയോ ഒന്നും അത്ര ആകർഷകമായൊരു ശൈലി ആയിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ സുതാര്യതയും അദ്ദേഹത്തിൻ്റെ യുക്തിബോധവും പലപ്പോഴും ആ പ്രഭാഷണങ്ങൾ ജനപ്രിയമാവുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ പ്രഭാഷണത്തിൻ്റെ വിജയം അതിൻ്റെ ജനപ്രിയതയിലാണ്. എത്ര ആളുകളത് കേൾക്കുന്നു എന്നതാണ് പ്രധാനം. കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് ആ പ്രഭാഷണത്തെ എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രഭാഷണം വിജയിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഓഡിയൻസ് ആരായിരിക്കും എന്നതാണ്. പ്രത്യേകിച്ചും പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാണ് വന്ന് ഈ പ്രസംഗം കേൾക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും വ്യത്യസ്ത നിലവാരത്തിലുള്ള ശ്രോതാക്കളെ, ഓഡിയൻസിനെ നമുക്ക് പിടിച്ചിരുത്താൻ കഴിയണമെങ്കിൽ ആ വ്യത്യസ്ത നിലവാരത്തിലുള്ള മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രഭാഷണ ശൈലി നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മുടെ മിക്കവാറും പ്രഭാഷകരൊക്കെ അധ്യാപകരും ഒക്കെയാണ്. പലപ്പോഴും അവരെവിടെയെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നവരും ആയിരിക്കും, ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ ക്ലാസ് റൂമിൽ അവർ കാണുന്നത് അല്ലെങ്കിൽ അവരെ കേൾക്കുന്നത് ഒരേ നിലവാരമുള്ള കുട്ടികളായിരിക്കും. എന്നാൽ പ്രഭാഷണ വേദിയിൽ അവരെ കേൾക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ഒട്ടുമേ വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെ ചേർന്ന ഒരു കൂട്ടം ആളുകളെ ആയിരിക്കും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. അപ്പോൾ അവരെല്ലാം രസിപ്പിക്കാൻ കഴിയുന്ന ഒരു പൊതുശൈലി ഒരു പ്രഭാഷകൻ വികസിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രഭാഷണം എന്നത് വളരെ ജനാധിപത്യപൂർണമായ ഒരു കലയാണ്. കാരണം അത് കേൾക്കുന്ന എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള ഒന്നായിരിക്കണം. വലിയ പണ്ഡിതന്മാർക്ക് മാത്രമേ നിങ്ങളുടെ പ്രഭാഷണം മനസ്സിലാവൂ എന്ന് വന്നാൽ അതൊരു മികച്ച പ്രഭാഷണമാണ് എന്ന് പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് രസം തോന്നാത്ത തരത്തിൽ സാധാരണക്കാരെ ചിരിപ്പിക്കാനോ രസിപ്പിക്കാനോ വേണ്ടി മാത്രമുള്ള ഒരു പ്രഭാഷണമാണെങ്കിൽ അതും ഒരു മികച്ച പ്രഭാഷണമാണെന്ന് വിലയിരുത്തപ്പെടില്ല. സമൂഹത്തിലെല്ലാവരെയും അത് ഉൾക്കൊള്ളണം. ഒരുപക്ഷെ നിങ്ങൾ ഒരു പ്രത്യേക ആശയമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ആ ആശയത്തോട് യോജിക്കാത്ത ആളുകൾക്ക് പോലും നിങ്ങളുടെ പ്രഭാഷണം കേൾക്കാൻ തോന്നണം. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യപരമായ ഒരു ശൈലിയായിരിക്കണം നാം വികസിപ്പിക്കേണ്ടത്. ഒരിക്കലും നാം അവതരിപ്പിക്കുന്ന ആശയത്തെ എതിർക്കുന്ന ഒരാളെ വേദനിപ്പിക്കാനോ അയാളെ അനാവശ്യമായി പ്രകോപിപ്പിക്കാനോ ഒരിക്കലും നാം ശ്രമിക്കരുത്.
അയാളെ ചിന്തിപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ ആശയമാണ് ശരിയെന്ന് നാം കരുതുന്നുണ്ടെങ്കിലും അതിനെ എതിർക്കുന്ന ഒരാളുടെ ഉള്ളിൽ പോലും നമുക്ക് അനുകൂലമായി ചിന്തിക്കാൻ, നമ്മുടെ ആശയമാണ് ശരിയെന്ന് തോന്നിപ്പിക്കാൻ തക്കവണ്ണം യുക്തിപൂർവമായി സ്നേഹപൂർവമായ ഒരു ശൈലി നാം പ്രഭാഷണത്തിൽ ഉപയോഗിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഞാൻ സൂചിപ്പിച്ചത് ശൈലിയാണ് പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ ശൈലിയുടെ ഏറ്റവും പ്രധാന സവിശേഷത അത് എല്ലാവരെയും, ആ കേൾക്കുന്ന എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്നതും ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതും ആയിരിക്കണം എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു പ്രഭാഷണ ശൈലിയിൽ ഏറ്റവും പ്രധാനം ഭാഷയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഭാഷയെക്കുറിച്ച് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഭാഷയെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ സഭ്യമായ ഭാഷ, അസഭ്യമായ ഭാഷ എന്ന് നമ്മൾ പറയാറുണ്ട്. അസഭ്യം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ചേരാത്തത് ആണ് അസഭ്യം. അപ്പോൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭയ്ക്ക് ചേരാത്തൊരു ഭാഷ നമ്മൾ പ്രഭാഷണത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പലപ്പോഴും ഇന്ന് നമ്മൾ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഈ ചർച്ച കേൾക്കുമ്പോൾ എതിരാളികളായ ആളുകളെ അഭിസംബോധന ചെയ്യാനും ഉത്തരം മുട്ടിയാൽ അവരെ ചീത്ത വിളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ വളരെ ഹീനമായ ഭാഷയുണ്ട്. ഒരിക്കലും ഒരു പ്രഭാഷണത്തിൽ നാം അത് ഉപയോഗിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ ആളുകളെ അകറ്റും, നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം വളരെയധികം ഇടിച്ചു താഴ്ത്തും. തീർച്ചയായിട്ടും സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകൾ അത് അയാളുടെ, നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ മുഖമുദ്രയാണ്. അതുകൊണ്ട് ഭാഷ, ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ എൻ്റെ മുഖമുദ്രയാണ്. നമ്മളൊക്കെ മലയാളമാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് പോലെയല്ല കേട്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും സംസാരിക്കുന്നത്. ഓരോരുത്തരുടെയും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ അത് സഭ്യമായ ഭാഷയായിരിക്കണം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വാമൊഴി രൂപത്തിലും വാമൊഴി രൂപത്തിലുള്ള പ്രാദേശികമായ ചില ഭാഷാരൂപങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വല്ലതും ഉദ്ധരിക്കാൻ, മറ്റൊരാൾ പറഞ്ഞ ഒരു വാചകം ഉദ്ധരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് അയാളുടെ പ്രാദേശിക ഭാഷയെ ഒരുപക്ഷെ അനുകരിക്കേണ്ടതായി വന്നേക്കാം. ഉദാഹരണമായി തൃശ്ശൂരുകാരനായിട്ടുള്ള ഒരു സുഹൃത്ത് നമ്മളോട് പറഞ്ഞ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭാഷാ ശൈലി, ആ തൃശ്ശൂർ ഭാഷയുടെ ആ ഭാഷാഭേദത്തിൻ്റെ ഈണം ഒരുപക്ഷെ നമുക്ക് അനുകരിക്കേണ്ടതായി വന്നേക്കാം. അതല്ലെങ്കിൽ കാസർഗോഡുള്ള ഒരാളുടെ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യം അതേപോലെ പറയണം എന്ന് നമ്മൾ പ്രഭാഷണത്തിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സമയം അയാളുടെ ഭാഷാഭേദത്തിൻ്റെ സവിശേഷതകൾ അതേപോലെ അനുകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ വാമൊഴി ഭാഷയിൽ സംസാരിക്കുന്നത് ആളുകൾക്ക് അരോചകമായിരിക്കും. പ്രഭാഷണത്തിനിടയിൽ ഒരു നാടകീയത സൃഷ്ടിക്കാൻ പ്രാദേശിക ഭാഷകളും ഭാഷാഭേദങ്ങളും സഹായിക്കുമെങ്കിലും ഒരിക്കലും ഒരു പ്രഭാഷണം മാനക ഭാഷയ്ക്ക് പുറത്തുള്ള ഒരു ഭാഷയിലായാൽ അത് ആളുകൾക്ക് അരോചകമായിരിക്കും. അതുകൊണ്ട് മാനക ഭാഷയിലാണ് നാം സംസാരിക്കേണ്ടത്. അതുകൊണ്ട് പ്രഭാഷണ കലയിൽ താല്പര്യമുള്ളവർ നമ്മുടെ, പ്രത്യേകിച്ച് മലയാളത്തിലാണല്ലോ നമ്മളൊക്കെ സംസാരിക്കുക, അപ്പം മലയാളത്തിൻ്റെ മാനക ഭാഷയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ ഭാഷയുടെ വാക്യഘടന, വാക്കുകളുടെ സവിശേഷതകൾ, അക്ഷരത്തിൻ്റെ ഉച്ചാരണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രാഥമികമായൊരു ധാരണ നമുക്കുണ്ടാവണം. അത് പ്രഭാഷണത്തെ സഹായിക്കും. തെറ്റായി ഉച്ചരിക്കുന്ന ഒരു വാക്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അത് ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം അരോചകമായിരിക്കും. ആ ഒരു വാക്ക് തെറ്റായി ഉച്ചരിക്കുന്നത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് നിങ്ങൾ എത്ര വലിയ കാര്യമാണ് പറയാൻ പോകുന്നതെങ്കിലും അത് ആളുകൾക്ക് ചെടിപ്പുണ്ടാക്കും. അതുകൊണ്ട് ഉച്ചാരണം വളരെ പ്രധാനമാണ്. വാക്യഘടനയെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും നമുക്ക് പ്രാഥമികമായ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. വാക്കുകളെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഉപയോഗിക്കുന്ന വാക്ക്, ഞാൻ നേരത്തെ EMSനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ജാർഗൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ഈ ജഡിലോക്തി എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ കെട്ടുപിണഞ്ഞ മാതിരിയുള്ള, കെട്ടഴിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ചില വാക്ക്. അപ്പോൾ ജഡിലോക്തി എന്നുള്ള വാക്ക് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്.
അതിപ്പോൾ ഒരു സാധാരണ ഒരു പ്രഭാഷണത്തിൽ ഉപയോഗിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന വാക്ക് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാക്കാൻ പ്രയാസമുള്ള സങ്കീർണമായ വാക്കുകൾ, സംസ്കൃതത്തിൻ്റെ സ്വാധീനം കൂടുതലുള്ള, ഇംഗ്ലീഷിൻ്റെ സ്വാധീനം കൂടുതലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ഇപ്പോൾ നമുക്കറിയാം, നമ്മളുടെ കുട്ടികളൊക്കെ ഈ സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കുന്നവരായതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ കുറച്ചും കൂടി പഴയ കാലത്തുള്ളതിനേക്കാൾ കുറേ കൂടി ആളുകൾക്ക് വിനിമയം ചെയ്യുന്നതായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇംഗ്ലീഷിലൊരു വാചകം, ഇംഗ്ലീഷിലൊരു വാക്ക്, നമ്മളിപ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കുമല്ലോ, പഞ്ച് കിട്ടാൻ എന്ന് പറയില്ലേ. അപ്പോൾ ഒരു പ്രഭാഷണത്തിനകത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തൊരു സവിശേഷമായ ഒരു ഊന്നൽ കിട്ടാൻ ചിലപ്പോൾ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പരിചിതമായ ഇംഗ്ലീഷ് വാക്കുകൾ ഒരുപക്ഷെ സഹായിച്ചെന്ന് വരാം. ഇനി പരിചിതമല്ലാത്തൊരു ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംസ്കൃത വാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അറബി വാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പരിചയമില്ലാത്തൊരു വാക്ക് ഉപയോഗിക്കാം. പക്ഷേ ഉപയോഗിച്ച ഉടനെ തന്നെ അതെന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പ്രഭാഷണത്തിൽ മുന്നോട്ട് പോകണം എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ചിലപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചാലേ നമുക്ക് പറയാനുള്ളൊരാശയം നന്നായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കുകയും ആ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയും വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാനക ഭാഷയിലാണ് നമ്മൾ പ്രഭാഷണത്തിന് തയ്യാറെടുക്കേണ്ടത്. പ്രാദേശിക ഭാഷകളും ഭാഷാഭേദങ്ങളും പ്രഭാഷണത്തിനിടയിലൊരു നാടകീയത സൃഷ്ടിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഏറ്റവും സാധാരണമായ വാക്കുകൾ, പരിചിതമായ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അപരിചിതമായ വാക്കുകൾ ഏതെങ്കിലും ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വിശദീകരിച്ചുകൊണ്ട് പിന്നീട് പ്രഭാഷണം മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. ഇതാണ് പ്രഭാഷണത്തിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. അതുപോലെ നിങ്ങൾക്കറിയാം, ഭാഷ എന്ന് പറയുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. 19-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലോ ഉള്ള മലയാളമല്ല ഇപ്പോൾ ഉള്ള നമ്മുടെ മലയാളം. അതുകൊണ്ട് ആ ഭാഷയ്ക്ക് വരുന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കണം. പുതിയ കാലത്തെ കുട്ടികൾ സംസാരിക്കുന്ന ഭാഷ, അവരത് വിനിമയം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെ വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാഷ നിരന്തരമായി ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പ്രഭാഷണം കേൾക്കണം എന്നുള്ളത് മാത്രമല്ല, ഭാഷയിൽ ഊന്നിക്കൊണ്ട് വായിക്കുകയും വേണം. വായന വളരെ വളരെ പ്രധാനമാണ് ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം. അയാൾ കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കണം. പ്രത്യേകിച്ചും പത്രങ്ങളും മാസികകളും ഒക്കെ വായിക്കുക എന്നുള്ളത് അയാൾ ശീലമാക്കണം. അപ്പോൾ മാത്രമേ ഭാഷയിൽ നമുക്കൊരു വഴക്കം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ ആരംഭിക്കുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറയുന്നുണ്ട്. അതായത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്നാണ്. എന്ന് പറഞ്ഞാൽ കടലിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് പോലെ എനിക്ക് വാക്കുകൾ തോന്നണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് ഒരു കവിക്ക് എത്രമാത്രം വാക്കുകൾ പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ് ഒരു പ്രഭാഷകന് വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പ്രഭാഷണം ഈ ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, വാക്കുകൾ എന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി കാണാതെ പഠിച്ച ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആയിരക്കണക്കിന് ആളുകൾ കേൾക്കാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വേദിയിൽ പ്രഭാഷകനായി നിൽക്കുമ്പോൾ പെട്ടെന്ന് വാക്ക് കിട്ടാതായി തീരുകയും കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്താൽ അത് എത്രമാത്രം വേദനാജനകമായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് വാക്കിൻ്റെ ഈ പ്രവാഹം, നമ്മൾ ഫ്ലോ എന്ന് പറയില്ലേ, അത് വളരെ പ്രധാനമാണ്. അത് വേണമെങ്കിൽ ധാരാളം വാക്കുകൾ നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം. പലപ്പോഴും വാക്കുകൾ നമുക്ക് അറിയുണ്ടാവും, നമ്മുടെ ബോധത്തിൽ അതുണ്ടാവും. പക്ഷെ അത് നിരന്തരം ഉപയോഗിച്ചാൽ മാത്രമേ ആ വാക്കുകളുടെ പ്രവാഹം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രഭാഷകനാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിരന്തരം പ്രസംഗിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് ആദ്യം നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വാഗത പ്രസംഗമാവാം, നന്ദി പ്രകാശനമാവാം. അത്തരം സമയത്തൊക്കെ സാധാരണ ആളുകൾ ഇവിടെ കൂടി എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പതിവ്. അങ്ങനെയല്ലാതെ അവിടെ പ്രസംഗിച്ച കാര്യങ്ങളെപ്പറ്റി സംക്ഷിപ്തം അവതരിപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും നന്ദി പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് സംസാരിക്കാനുള്ളൊരു അവസരമാക്കി തന്നെ മാറ്റാം.
സ്വാഗതം പറയുമ്പോഴും അതുപോലെ ഒന്ന് അതൊരു അവസരമാക്കി അവിടെ ഇനി നടക്കാൻ പോകുന്ന ചടങ്ങിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ച് ഒരു 10 വാചകം നമുക്ക് പറയാനുള്ളൊരു അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രഭാഷണത്തിന് പോകുന്നതിന് മുമ്പ് പണ്ട് ആളുകൾ പറയാറുണ്ട്, കടൽ വക്ക് പോയി നിന്ന് കടൽ ആൾക്കൂട്ടമാണെന്ന് സ്വയം മനസ്സിലാക്കി കടലിനെ നോക്കി പ്രസംഗിക്കുക എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കണ്ണാടി നോക്കി പ്രസംഗിക്കുക എന്ന് പറയാറുണ്ട്. ഇതൊക്കെ നല്ലതാണ്. കാരണം ഒരപരത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് പ്രഭാഷണം സാധ്യമല്ല. അതുകൊണ്ടാണ് കണ്ണാടിയിലേക്ക് നോക്കണം, അപ്പോൾ അവിടെ ഒരാളുണ്ടെന്ന് നമുക്ക് തോന്നും. അതുപോലെ കടലിന് അതൊരു ആൾക്കൂട്ടമാണെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു അപരത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു പ്രഭാഷണം സാധ്യമല്ല. കവിതയും കഥയൊക്കെ എഴുതുന്ന ആളുകൾ അപരത്തെയൊക്കെ പുറത്തിട്ട് വാതിലടച്ച് സ്വസ്ഥമായി ഇരുന്ന് അവരോട് തന്നെ സംസാരിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കഥയും കവിതയൊക്കെ എഴുതുന്നത്. എന്നാൽ പ്രഭാഷണത്തിന് ഒരിക്കലും അത് പറ്റില്ല. അപരത്തെ ഉൾക്കൊള്ളാതെ അപരത്തിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ നിങ്ങൾക്ക് പ്രഭാഷണ കല സാധ്യമല്ല. ഞാനിപ്പോൾ വാസ്തവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആരും ഇല്ലെങ്കിലും ഒരു ക്യാമറയാണ് ഉള്ളതെങ്കിൽ പോലും ഞാൻ കുറേ മനുഷ്യരെൻ്റെ മുന്നിലുള്ളതായി സങ്കല്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ മാത്രമേ പ്രഭാഷണം സാധ്യമാവൂ. പ്രഭാഷണം സാധ്യമാകണമെങ്കിൽ അപരമുണ്ടായിരിക്കണം, അപരത്തെ പരിഗണിക്കണം, അപരത്തെ ഉൾക്കൊള്ളണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏറ്റവും അധികം കരുണ ആവശ്യമുള്ള, കരുതൽ ആവശ്യമുള്ളൊരു കലയാണ് പ്രഭാഷണ കല. കാരണം അത് അപ്പുറത്തുള്ള മനുഷ്യരുടെ മുഖഭാവവും അവരുടെ പ്രതികരണമൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പ്രഭാഷണം നടത്താൻ കഴിയൂ. അവിടെയൊക്കെ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മിലേക്ക് വരുന്ന വാക്കുകളാണ്. വാക്കുകളുടെ പ്രവാഹം മുറിഞ്ഞു പോയാൽ കേട്ടിരിക്കുന്ന ആൾക്ക് മുഷിയും. ഉടനെ അയാളുടെ മുഖഭാവം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അയാൾ അസ്വസ്ഥനാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് ധാരാളം വായന വേണം. പ്രസംഗിച്ച് നമ്മളെ മനസ്സിലുള്ള വാക്കുകളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഇത്രയാണ് പ്രഭാഷണത്തിൻ്റെ ഭാഷയെക്കുറിച്ച് തൽക്കാലം സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രസംഗത്തിൻ്റെ വിഷയമാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിഷയം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രഭാഷണത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് എന്നോട് പറഞ്ഞത്, അപ്പോൾ ഞാൻ അതിൽ ഊന്നി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ആ വിഷയം എന്താണോ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വേണം സംസാരിക്കാൻ. വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ, അതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അധികം സംസാരിച്ചാൽ അപ്പോൾ ആളുകൾക്ക് ഭയങ്കര അസ്വസ്ഥത അനുഭവപ്പെടും. ഒരു വിഷയത്തെക്കുറിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം സംസാരിച്ചാൽ, കുറേ തമാശയൊക്കെ പറഞ്ഞ് ആളുകളുടെ നേരം കളഞ്ഞാൽ അപ്പോൾ അവർ പറയും, ഇയാൾ വെറുതെ നമ്മളെ കുറേ സമയം കളഞ്ഞു, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞ് അയാൾ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കും. അതിനെപ്പറ്റിയൊന്നും അയാൾ പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ പ്രഭാഷണത്തിന് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിന് ഒരുങ്ങുന്നതിന് മുമ്പ് എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കുകയും ആ വിഷയത്തിൽ വാസ്തവത്തിൽ നമുക്ക് അഗാധമായ അറിവുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ പൊതുവായി സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ ഒന്നാണ് ഈ മതനിരപേക്ഷത, ഭരണഘടന, ജനാധിപത്യം, സാഹോദര്യം, ഇങ്ങനെ ധാരാളം ആശയങ്ങൾ നമ്മൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ചരിത്രബോധം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രം, നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രം, സംസ്കാരത്തിൻ്റെ സ്വഭാവം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, അത് മനസ്സിലാക്കണമെങ്കിൽ നല്ലോണം വായിക്കണം, ചെറിയ കുറിപ്പുകൾ എടുക്കണം. അത് എല്ലാ ദിവസവും പത്രം വായിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ, അതിപ്പോൾ ഒരു ദിവസം വായിച്ചാൽ പിറ്റേന്ന് ചിലപ്പോൾ നമ്മൾ മറന്നുപോകും. അത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രഭാഷകനാവാൻ ഉദ്ദേശിക്കുന്ന ആൾ എഴുതി വെക്കണം. ഇടയ്ക്ക് അതൊന്ന് മറച്ച് നോക്കണം. അതുപോലെ അത് ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ട് അടുത്ത പ്രസംഗത്തിലും നമുക്കത് ഓർമ്മ വരും. അങ്ങനെ ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അതിനോട് ബന്ധിപ്പിച്ച് അടുത്ത വേദിയിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ കുറേയും കൂടിയും പഴയ കാര്യങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ പറയുന്നതെങ്കിലും പുതിയ കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കാനും, അങ്ങനെ നിരന്തരം നവീകരിക്കുക എന്ന് പറയുന്നത്
ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പറഞ്ഞ കാര്യങ്ങൾ, ഒരു കാലത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതും ആളുകൾക്ക് മടുപ്പുളവാക്കും. പറയാനുള്ള പ്രഭാഷണത്തിൻ്റെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വിഷയത്തിൽ ഊന്നി സംസാരിക്കണം. വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂവെങ്കിൽ ഒരു 40 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതും മടുപ്പുളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആവർത്തനം പരമാവധി ഇല്ലാതാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണ്ടത്ര വിഭവങ്ങൾ ഉണ്ടാവണം. വേണ്ടത്ര വിഭവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ പറഞ്ഞ സമയം നികത്തി സംസാരിക്കാൻ സാധിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ വേറൊരു അപകടവും കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ട്. പറഞ്ഞ വിഷയത്തിന് നമ്മൾ കുറേ തയ്യാറായി പോയാൽ 40 മിനിറ്റ് സംസാരിക്കുന്നതിന് പകരം നമ്മളൊരു 1.5-2 മണിക്കൂറിലേക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരുക്കൂട്ടി വയ്ക്കുകയോ പുസ്തകത്തിൽ കുറിപ്പായിട്ട് എഴുതി വെക്കുകയോ ഒക്കെ ചെയ്ത് അത് നോക്കി നമ്മൾ ഓരോരോ പോയിൻ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം 40 മിനിറ്റ് 45 മിനിറ്റ് ഒരു പ്രഭാഷണം ഒരു 40-45 മിനിറ്റ്, മാക്സിമം 1 മണിക്കൂറേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് കേട്ടിരിക്കാൻ കഴിയും. നമുക്ക് 2-2.5 മണിക്കൂറൊക്കെ മുമ്പ് സംസാരിച്ചിരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വി കെ കൃഷ്ണമേനോൻ, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ 7 മണിക്കൂർ ദീർഘനേരം സംസാരിച്ച് കുഴഞ്ഞു വീഴുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ പ്രഭാഷണങ്ങളായിരുന്നു അതൊക്കെ. പക്ഷേ കാലത്തിന് വലിയ വ്യത്യാസം വന്നു. ഇന്ന് അത്ര ദീർഘനേരം നമുക്ക് ഒരാളെ കേട്ടുകൊണ്ടിരിക്കാൻ വയ്യാത്ത വിധം നമ്മൾ അസ്വസ്ഥരാകും. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ശ്രദ്ധ 1 മണിക്കൂറിനപ്പുറമൊക്കെ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതത്തിനും ചേർന്നതല്ല. അതുകൊണ്ട് എത്ര നല്ല പ്രഭാഷണമാണെങ്കിലും അത് 1 മണിക്കൂറിനകം ചുരുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ തയ്യാറെടുത്ത് പോയ എല്ലാ കാര്യങ്ങളും അവിടെ പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ച് അതൊന്ന് ക്രോഡീകരിക്കണം. പറയാൻ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്ന കാര്യങ്ങൾ വിട്ടുപോകാൻ പാടില്ല. അപ്രധാനമായ ചില കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് വിട്ടുകളയാം. അപ്പോൾ അതിനകത്തൊരു എഡിറ്റിംഗ് പ്രധാനമാണ്. ആ എഡിറ്റിങ് ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ ക്യാമറയിലോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ ഒക്കെ ഒരു പ്രഭാഷണം നമ്മൾ റെക്കോർഡ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പക്ഷേ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ തന്നെ വേണം എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ സ്വയം എഡിറ്റ് ചെയ്യാനുള്ളൊരു ശേഷി നമുക്കുണ്ടാവണം. ഒരു വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ വേണ്ട കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടും അത്യാവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ആ പ്രഭാഷണത്തിനൊരു സ്ട്രക്ചർ വളരെ പ്രധാനമാണ്. ഒരു ഘടനയുണ്ടായിരിക്കണം. ഒരിക്കലും ഒരു പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ അങ്ങ് പറയരുത്. അതിലേക്കുള്ളൊരു പ്രവേശകം ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ പൊതുവെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഭാഷണത്തിലേക്ക് എന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞൊരു ആമുഖം ഉണ്ടാവണം. പിന്നീട് അതിങ്ങനെ വിടർത്തി വികസിപ്പിച്ച് കൊണ്ടുവന്ന് ആ പ്രഭാഷണത്തിന് ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ശരീരം ഉണ്ടായിരിക്കണം. അതിനുശേഷം ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചൊരു ഉപസംഹാരവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ആമുഖവും ഒരു മുഖ്യഭാഗവും പിന്നീടൊരു ഉപസംഹാരവും അടങ്ങുന്ന ഒരു ഘടന പ്രഭാഷണത്തിന് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആളുകൾ പറയും ഒരു തലയും വാലും ഇല്ലാണ്ടാണ് അയാൾ സംസാരിച്ചത് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഒരിക്കലും അങ്ങനെ നമ്മളുടെ പ്രഭാഷണത്തെക്കുറിച്ച് പറയാൻ ഇടവരുത്തരുത്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും അധികം ഉണ്ടാവേണ്ടത് പ്രസംഗ ശരീരം എന്നർത്ഥം പറഞ്ഞ ആ നടുക്കുള്ള ഭാഗമാണ്. അതേ സമയത്ത് ഒരു തുടക്കമില്ലാതെ പോകുന്നതോ പറഞ്ഞ കാര്യങ്ങൾ സമയക്കുറവ് മൂലം പെട്ടെന്ന് നിർത്തി അതൊന്ന് ഉപസംഹരിക്കാതെ പോകുന്നതും അത്ര ഭംഗിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഘടന നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. അവിടെയൊക്കെ പ്രധാനം നമുക്ക് ആ സമയത്തിനകം സമയം നികത്തണമെങ്കിൽ അത്ര അറിവുണ്ടാവണം. എന്നാൽ അമിതമായ അറിവ് പലപ്പോഴും നമ്മുടെ പ്രഭാഷണത്തെ ആശയങ്ങൾ കുത്തി നിറച്ച് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമാക്കി മാറ്റിയാൽ, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മൾ സമയം നീട്ടി വലിച്ചാലും ആളുകൾക്കത് അരോചകമായി തോന്നും. അതുകൊണ്ട് അറിവുണ്ടായിരിക്കുകയും ആ അറിവ് ക്രോഡീകരിക്കുകയും വേണ്ട വിധം എഡിറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു ശേഷി പ്രഭാഷകനുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 3-ാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ പലതരം പ്രഭാഷണങ്ങളുണ്ട്. ഇപ്പോൾ മതപ്രഭാഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഭാഷണങ്ങളുണ്ട്, സാംസ്കാരിക പ്രഭാഷണങ്ങളുണ്ട്,
അക്കാദമിക പ്രഭാഷണങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് പരിചയമുള്ള ചിലത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അക്കാദമിക പ്രഭാഷണം പുലർത്തുന്ന ഒരാൾ നമ്മൾ പറയുന്ന റട്ടറിക്, വളരെ ആലങ്കാരികമായ ഭാഷ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കേൾക്കാനിരിക്കുന്ന ആളുകളൊക്കെ പണ്ഡിതരായിരിക്കും. അവരോട് നമ്മൾ കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ പൊലിപ്പിച്ച് ഭംഗി കൂട്ടി വളരെ ആകർഷണീയമാക്കാൻ വേണ്ടി നമ്മൾ ചില പൊടിപ്പും തൊങ്ങലൊക്കെ ഒന്ന് വെച്ച് അങ്ങനെ അത് അവർക്ക് അരോചകമായിട്ട് തോന്നും. കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ടൊരു പുതിയ കാര്യം പറയാൻ, ഒരു വേറിട്ട കാര്യം പറയാനാണ് അക്കാദമിക പ്രഭാഷണത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. മാത്രമല്ല നല്ല അറിവ് ഉണ്ട് ഈ പറയുന്ന ആൾക്കെന്ന് കേട്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെടുകയും വേണം. അതുകൊണ്ട് പാണ്ഡിത്യവും അതുപോലെ തന്നെ ഒട്ടും ആലങ്കാരികമല്ലാത്തതുമായ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറയില്ലേ, നേർക്ക് നേരുള്ള ഒരു ഋജുഭാഷണം എന്ന് പറയാം, നേർക്ക് നേർ കാര്യങ്ങൾ പറയുന്നൊരു ശൈലിയാണ് അക്കാദമിക പ്രഭാഷണത്തിന് അനുയോജ്യമായിട്ടുള്ളത്. എന്നാൽ പൊതുജനങ്ങളുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ധാരാളം പലതരത്തിലുള്ള ആളുകൾ കൂടിയിരിക്കുന്ന ഒരു വേദിയിൽ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് വളരെ ലളിതമായിരിക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പണ്ഡിത സഭയോട് സംസാരിക്കുന്നത് പോലെ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും വളരെ ലളിതമായ, അവിടെ നിങ്ങൾ കുറച്ച് കഥകളൊക്കെ പറയുന്നത് നല്ലതാണ്. ചില ദൃഷ്ടാന്ത കഥകൾ, അനുഭവ കഥകൾ, അത് പിന്നെ നമ്മൾ കേട്ട നാടോടി കഥകളാവാം, അല്ലെങ്കിൽ സൂഫി കഥകളാവാം, പ്രവാചകൻ്റെ കഥകളാവാം, ചരിത്രത്തിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളാവാം, നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന സംഗതികളാവാം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചേർത്ത് ആ പ്രഭാഷണത്തെ ഒന്ന് കൊഴുപ്പ് കൂട്ടുന്നത് പലപ്പോഴും നല്ലതാണ്. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ഒരേ ശബ്ദം കുറേ നേരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ഉറക്കം വരും. അപ്പോൾ ഉറക്കം വരുന്നുണ്ടെന്ന് കണ്ട ഉടനെ നിങ്ങൾ അവരുടെ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്താൻ എന്താണ് വഴി എന്ന് ആലോചിക്കണം. അതിന് 2 വഴികളാണുള്ളത്. ഒന്ന്, കഥ പറയുന്നത് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നല്ലതാണ്. മറ്റൊന്ന്, തമാശ പറയുന്നതും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നല്ലതാണ്. സുകുമാര അഴീക്കോട് മാഷിൻ്റെ പ്രഭാഷണമൊക്കെ ഭയങ്കര തമാശകളുള്ള പ്രഭാഷണമായിരുന്നു. അങ്ങനെ പിന്നെ പല പ്രഭാഷകരും അങ്ങനെയാണ്. ഈ ഹാസ്യം പ്രഭാഷണത്തിൽ വളരെ നല്ലതാണ്. കാരണം ഹാസ്യത്തിൽ ഒരേ സമയം വിമർശനമുണ്ട്. വിമർശനം മാത്രമല്ല, അതിൽ സ്വയം വിമർശനവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും കളിയാക്കാനോ അല്ലെങ്കിൽ അവരെ കൊച്ചാക്കാനോ ഉള്ള തമാശകൾ പറയരുത്. പറ്റുമെങ്കിൽ നമ്മളെ തന്നെ അല്പമൊന്ന് തമാശയാക്കുന്ന, നമ്മളെ തന്നെ അല്പമൊന്ന് പരിഹസിക്കുന്ന, ആത്മപരിഹാസമുള്ള ഫലിതമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. കാരണം അവരെ ചീത്ത പറയുന്നതിനേക്കാൾ, അവരെ കളിയാക്കുന്നതിനേക്കാൾ നമ്മളെ സ്വയം കൊച്ചാക്കുന്ന ഒരു കഥയാണ് അവർക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നമ്മൾ അഹങ്കാരിയാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രകടനവും ഒരു പ്രഭാഷണത്തിലുണ്ടാവാൻ പാടില്ല. നമ്മൾ വളരെ വിനയാന്വിതരായും കേൾക്കാനിരിക്കുന്നവരുടെ അന്തസ്സിനെയും അവരുടെ അഭിമാനത്തെയും ഒക്കെ അംഗീകരിക്കുന്നവരായിട്ട് മാത്രമേ നാം വേദിയിൽ നിൽക്കാവൂ. അവരെക്കാൾ പാണ്ഡിത്യമുള്ള ആളായി, അവരെക്കാൾ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഞാൻ എന്ന തരത്തിലുള്ള അഹങ്കാരത്തോടു കൂടിയ ഒരു വാക്കും ഒരാളും അംഗീകരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ലോ പ്രൊഫൈൽ എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. നമ്മൾ അല്പം ഒന്ന് കേൾക്കാനിരിക്കുന്നവരെക്കാൾ നിലവാരത്തിലാണ് ഞാനുള്ളത്. എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കേൾക്കണം എന്ന് ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറയാറുണ്ട്. നിങ്ങളെ ചെവി എനിക്ക് കുറച്ച് നേരം കടം തരണം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ വളരെ വളരെ വിനയത്തോടു കൂടി മാത്രമേ ഒരു പ്രഭാഷണത്തിനായിട്ടൊരു വേദിയിൽ നിൽക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ പ്രഭാഷണ ശൈലി ഓരോ പ്രഭാഷണത്തിനും ഓരോന്നാണ്. മതപ്രഭാഷണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പാണ്ഡിത്യം വളരെ പ്രധാനമാണ്. അതേസമയം സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഈ മതത്തിൻ്റെ വിഷയങ്ങളും മറ്റും മനസ്സിലാവുന്ന തരത്തിൽ അത് വളരെ ലളിതമായി അവതരിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അതിൻ്റെ ശൈലി വളരെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്കറിയാം. അത് പറയുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. അത് പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. രാഷ്ട്രീയ പ്രസംഗം പലപ്പോഴും എതിരാളികളെ ആയിട്ട് കൊമ്പ് കോർക്കുന്ന പ്രഭാഷണങ്ങളാണ്. അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ധാരാളം രാഷ്ട്രീയ വാർത്തകൾ നമ്മളെന്നും കാണുന്നതാണ്.
രാഷ്ട്രീയ വാർത്ത നമ്മൾ ടി വിയിൽ കാണുന്നു, വാട്സപ്പിൽ കാണുന്നു, പത്രത്തിൽ വായിക്കുന്നു. അങ്ങനെ ഇന്ന് പണ്ടൊക്കെ ആളുകൾക്ക് ഈ വിവരങ്ങളൊന്നും അറിയുമായിരുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ ആളുകൾ വന്നിരുന്നത് ഈ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അതിൻ്റെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത്. അത് വളരെ യുക്തിപൂർവ്വം, നേരത്തെ പറഞ്ഞ പോലെ എതിരാളികൾക്ക് പോലും യുക്തിപൂർവ്വം തർക്കിക്കാൻ കഴിയുന്ന വിധത്തിൽ അത് ക്രോഡീകരിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് മികച്ച രാഷ്ട്രീയ പ്രസംഗം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതൊരിക്കലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ ശൈലി ആയിരിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. വിശകലനമാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ സംഭവങ്ങളെ വിശകലനം ചെയ്ത് തങ്ങളുടെ നിലപാട് അവതരിപ്പിക്കാൻ ഒരു പ്രഭാഷകന് കഴിയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ, അതുപോലെ സാംസ്കാരിക പ്രഭാഷണമൊക്കെ നിർവഹിക്കുന്ന ആളുകൾ സാഹിത്യത്തിലും അതുപോലെ സംസ്കാരത്തിലുമൊക്കെ നല്ല അറിവുള്ളവരായിരിക്കണം. ധാരാളം സാഹിത്യം വായിക്കണം, പറ്റുമെങ്കിൽ കവിതയൊക്കെ ഉദ്ധരിക്കണം, അതുപോലെ നോവൽ ഭാഗങ്ങൾ ഉദ്ധരിക്കണം. പ്രത്യേകിച്ചും നമുക്ക് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് വളരെ പരിചിതരായ എഴുത്തുകാരുണ്ട്. ഇപ്പോൾ ചങ്ങമ്പുഴ അങ്ങനത്തെ ഒരു എഴുത്തുകാരനാണ്, അതുപോലെ കുമാരനാശാൻ അങ്ങനെ ഒരു എഴുത്തുകാരനാണ്, വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ ഒരു എഴുത്തുകാരനാണ്. അവരുടെയൊക്കെ പല രചനകളും സിനിമയായിട്ടും നാടകമായിട്ടും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ആ സാഹിത്യ രചനകൾ, ആളുകൾക്ക് വളരെ പരിചിതമായ എഴുത്തുകാരുടെ രചനകളും മറ്റും ഇടയ്ക്ക് ഉദ്ധരിക്കുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും എന്നാണ് ഞാൻ. പ്രത്യേകിച്ചും സാംസ്കാരിക പ്രഭാഷണത്തിൽ കവിതയും മറ്റും ഉദ്ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് തരം പ്രഭാഷണമാണെന്ന് ആദ്യം തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങാൻ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതിലേറ്റവും ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഭാഷണത്തിൻ്റെ ധാർമ്മികതയാണ്. അത് വളരെ പ്രധാനമാണ്. ഒരു പ്രഭാഷകൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളുടെ വാക്കുകൾ ആളുകളെ പ്രചോദിപ്പിക്കുകയും പലപ്പോഴും പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതവിരോധം ഉണ്ടാക്കിയെടുത്തത്. അത് അദ്ദേഹം അത്ര വളരെ ആകർഷണമുള്ളൊരു പ്രഭാഷണമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ വാഗ്ധോരണി, ആ പ്രഭാഷണത്തിൻ്റെ ശക്തി മൂലം കേട്ടിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും അവിടുത്തെ അന്നത്തെ ഈ ആര്യ വംശത്തിൽപ്പെട്ട ആളുകൾ, ആ വംശവിരോധം, ഈ പറഞ്ഞ ജൂതന്മാരോടൊക്കെയുള്ള വംശവിരോധം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു വലിയ കാരണമായി തീർന്നത് ഹിറ്റ്ലറുടെ പ്രഭാഷണങ്ങളാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നത് ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ നിരവധി സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ വിശ്വാസവും നിലപാടും എന്തായാലും ശരി, ഒരിക്കലും ഒരാളുടെ സെൻറ്റിമെൻസിനെ, അയാളുടെ വൈകാരികമായിട്ടുള്ള അനുഭൂതിയെ മുറിവേൽപ്പിക്കരുത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അത് പ്രസംഗത്തിൻ്റെ ധാർമ്മികതയാണ്. ധാർമ്മികത വളരെ, ധർമ്മം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് ധർമ്മം. അപ്പോൾ പ്രഭാഷണം എല്ലാവരെയും ചേർത്ത് നിർത്തണം. ആരെയും പുറന്തള്ളാനോ ഒറ്റപ്പെടുത്താനോ മുറിപ്പെടുത്താനോ പാടില്ല. അതാണ് പ്രസംഗത്തിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇപ്പോൾ റൂസ്വെൽറ്റിൻ്റെ പ്രസംഗം, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പ്രസംഗം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി നെഹ്റു നടത്തിയ പ്രസംഗം, അത് ഇന്ത്യയുടെ ഭാവിയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഐതിഹാസികമായ പ്രസംഗമാണ്. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ആ പ്രഭാഷണം. അതുപോലെ നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ പ്രഭാഷണം, അതൊക്കെ ലോകപ്രസിദ്ധമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇംഗ്ലീഷിലാണതൊക്കെ ലഭ്യമായിട്ടുണ്ടാവും, പക്ഷേ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ പ്രഭാഷണങ്ങൾക്ക് മനുഷ്യരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ സാധിക്കും. ഇവരൊക്കെ നമ്മൾ പറയുന്ന നേതാക്കന്മാരും പ്രവാചകരും മഹാന്മാരും ഒക്കെ നല്ല പ്രഭാഷകരായിരുന്നു. കാരണം പ്രഭാഷണത്തിന് ജനങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയും, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. അത് ശരിയായ അർത്ഥത്തിലും സ്വാധീനിക്കാം, തെറ്റായ അർത്ഥത്തിലും സ്വാധീനിക്കാം. ഇന്ത്യ പോലൊരു സമൂഹത്തിൽ ഒരിക്കലും വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന
തെറ്റായ രീതിയിലുള്ള ഈ സ്വാധീനം നമ്മുടെ പ്രഭാഷണം മൂലം ഉണ്ടാകരുത് എന്ന് നാം ഉറപ്പിക്കണം. അതും പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, പ്രഭാഷണത്തിൻ്റെ ശൈലി, പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത, പ്രഭാഷണത്തിലെ ആശയങ്ങളെ ക്രോഡീകരിക്കുന്ന സമ്പ്രദായം, അതുപോലെ പ്രഭാഷണത്തിൻ്റെ ധാർമ്മികത, പലതരം പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള ശൈലികൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങളൊരു പ്രഭാഷണത്തിന് ഒരുങ്ങാൻ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പ്രധാനമാണ്. നമ്മൾ ഒരാൾക്കൂട്ടത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെങ്കിലും ഒരിക്കലും നമ്മുടെ ശ്രദ്ധ ആ ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ പാടില്ല. ഓരോരുത്തരെയും ശ്രദ്ധിക്കാൻ പാടില്ല. അഥവാ ശ്രദ്ധിക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസംഗം ആസ്വദിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് അയാളെ ഇടയ്ക്കൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കൂടും. ആത്മവിശ്വാസം വളരെ പ്രധാനമാണ് പ്രഭാഷണത്തിൽ. അത് ഏത് സ്റ്റേജിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഏത് കലയിലും ആത്മവിശ്വാസം വളരെ പ്രധാനമാണ്. പ്രഭാഷണത്തിൽ അത് തീർച്ചയായിട്ടും. കാരണം ആ പ്രഭാഷണ വേദിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ഏകാഗിയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ അപ്പോൾ ആരുമില്ല. നിങ്ങൾ ഒറ്റയ്ക്കിങ്ങനെ നിൽക്കുകയാണ് ഒരു വേദിയിൽ. ധാരാളം ആളുകൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മളോട് ഉത്തരവാദിത്തമുണ്ട്, കേട്ടിരിക്കുന്നവരോട് ഉത്തരവാദിത്തമുണ്ട്. ഒരിക്കലും നമ്മൾ തകർന്നു പോകാൻ പാടില്ല. അങ്ങനെ തകരില്ല എന്നുറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പിൻ്റെ അർത്ഥം എന്താ? ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥതയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആണ്. ഗാന്ധിയൊക്കെ പറയുന്നത് അതാണല്ലോ. ഞാൻ എന്താണോ പറയുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. അതാണ്. ഒരിക്കലും ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ നേതാവോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും പാർട്ടി എടുക്കുന്ന ഒരു കാര്യം എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാവില്ല. അങ്ങനെ ആവുമ്പോൾ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ, പൊതുവേദിയിൽ സംസാരിക്കാൻ പറയുമ്പോൾ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ എനിക്ക് സംസാരിക്കേണ്ടി വരും. അങ്ങനെ ആത്മാർത്ഥതയില്ലാതെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും പ്രഭാഷണം മോശമാവും. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ നമ്മൾ പറയാവൂ. ഒരുപക്ഷെ അത് കേൾക്കുന്ന ആൾക്ക് അംഗീകരിച്ചോളണമെന്നില്ല, അതിന് നമ്മൾ പരിഭ്രമിക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. സംശയത്തോടു കൂടി ഒരു കാര്യം അവതരിപ്പിക്കാൻ പാടില്ല. നാം അതുകൊണ്ട് പ്രഭാഷകൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഉത്തരവാദിത്വം, ഇപ്പം ഞാൻ നിങ്ങളോട് വലിയ ആദർശങ്ങളൊക്കെ സംസാരിക്കുന്നു, മതനിരപേക്ഷതയെപ്പറ്റിയും ജനാധിപത്യത്തെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ പ്രഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ വളരെ മോശമായിട്ട് എൻ്റെ സഹജീവികളോട് പെരുമാറിയാൽ അത് സ്വാഭാവികമായിട്ട് ആളുകൾ ഇയാൾ സ്റ്റേജിൻ്റെ മുകളിൽ കയറി വലിയ വർത്തമാനം പറയും, പക്ഷേ മനുഷ്യരോടൊട്ടും മനുഷ്യത്വത്തോടെ സംസാരിക്കില്ല, ഇടപെടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും നിങ്ങൾ ഓഡിറ്റിന് വിധേയരായിരിക്കും. ഈ പബ്ലിക് സ്പീച്ചിന് വരുമ്പോഴുള്ള പ്രശ്നം അതാണ്. നമ്മൾ പൊതുവേദിയിൽ നിങ്ങളൊരു കാര്യം പ്രസംഗിക്കുകയും സ്വകാര്യ ജീവിതത്തിൽ മറ്റൊരു തരത്തിൽ പെരുമാറുകയും ചെയ്താൽ അത് ഭയങ്കരമായിട്ട് ജനങ്ങൾ സാമൂഹ്യമായൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. അതുകൊണ്ട് നമ്മളൊരു പ്രഭാഷകനായി തീർന്ന നിങ്ങളൊരു പൊതുജീവിയാണ്. നിങ്ങളെല്ലാവരുടെയും ഒരു മുന്നിൽ തുറന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ജീവിതം തുറന്നു വെച്ച ഒരു പുസ്തകമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പ്രഭാഷകനാവാൻ പറ്റൂ. പ്രവൃത്തിയും കർമ്മവും വാക്കും തമ്മിൽ, അതാണ് മനസ്സ്, വാക്ക്, കർമ്മം, മനോവാക്ക് കർമ്മങ്ങൾ എന്ന് പറയില്ലേ, അത് മൂന്നും തമ്മിലുള്ള ഒരു ചേർച്ച ഒരു പ്രഭാഷകൻ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും പറയുന്നതിനെതിരായിട്ട് അയാൾ പ്രവർത്തിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ വേദിയിൽ പറയാവൂ എന്ന് നമുക്ക്, മനുഷ്യനായതുകൊണ്ട് ധാരാളം പരിമിതികളുണ്ടാവും. അപ്പോൾ ഇത്രയെങ്കിലും നമുക്ക് തീരുമാനിക്കാം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞാൻ പറയൂ എന്ന് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല പ്രഭാഷകനാവുക എന്നതിൻ്റെ അർത്ഥം വളരെ ആത്മാർത്ഥതയോടുകൂടി ഒരു സമൂഹത്തിൽ ഇടപെടുന്ന, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയായി തീരുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രഭാഷണം ഒരു കല മാത്രമല്ല, അതൊരു ജീവിത സമ്പ്രദായം കൂടി ആണ്. നിങ്ങളെല്ലാവരും ഭാവിയിൽ മികച്ച പ്രഭാഷകരും അതുവഴി നല്ല മനുഷ്യരുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം.